കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ അനുവദിച്ച ഹൈമാസ് ലൈറ്റിന് അനുമതി നിഷേധിക്കുകയും MLA ഫണ്ടിൽ നിന്നും ചെറുപുഴയിൽ വീണ്ടും ഒരു ഹൈമാസ് ലൈറ്റിന് അനുമതി നൽകുകയും ചെയ്ത ചെറുപുഴ പഞ്ചായത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് കുണ്ടേരി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു. DCC എക്സിക്യൂട്ടീവ് അംഗം ആലയിൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ്. കേവലം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരുപാട് കാലം നമ്മുടെ ഹൈസ്കൂളുകളിൽ ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിച്ച ഒരു മാന്യൻ എന്ന നിലയിൽ MP ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരല്പം കൂടി പോയി എന്ന് ഞങ്ങളിങ്ങനെ അടക്കം പറയുകയുണ്ടായി. ഞാനും സുരേഷ് മാഷും ഒക്കെ അയ്യോ എന്നാലും MP ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു. പക്ഷെ ഇപ്പോ ഞാൻ MP പറഞ്ഞത് 100 തവണ ആവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നല്ല പറയേണ്ടത്, 100 തവണ പറയണം. കാരണം അത്രയും തെണ്ടിത്തരം ആ പഞ്ചായത്ത്, എനിക്ക് ആളെ പറയുന്നതിൽ വളരെ വിഷമമുണ്ട്. അത്രയും തെണ്ടിത്തരമാണ് കാണിച്ചത്. MP-യുടെ ലൈറ്റിന് അല്ലെങ്കിൽ ഹൈമാസ് ലൈറ്റിന് കറണ്ട് ബില്ല് കൂടും, അടക്കണം. MLA-യുടെ ലൈറ്റിന് വേണ്ടാകുന്നത് എവിടെയാണ്? എന്ത് രാഷ്ട്രീയമാണിത്? ഇതാണോ രാഷ്ട്രീയം? ഇതിങ്ങനെയാണോ പഞ്ചായത്തിന്റെ ഭരണം നടത്തേണ്ടത്? ഏത് തരത്തിലും. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവായിട്ട് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ചെറുപുഴയിൽ ഈ മാർക്സിസ്റ്റ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഇത് മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജിജി കൊച്ചുപറമ്പിൽ, സാജു KJ, പ്രതീഷ് P, സുരേന്ദ്രൻ P, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പ്രണവ് തട്ടുമൽ, അരുൺ ആലയിൽ, പ്രണവ് കരേള തുടങ്ങിയവർ സംസാരിച്ചു.